ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മറ്റൊരു ഭാഗ്യവാരം കൂടി കടന്നു വരുവാൻ പോകുകയാണ്. ഈയൊരു ആഴ്ച ജ്യോതിഷവശാൽ നോക്കിക്കാണുമ്പോൾ ഞാൻ ഈ പറയുന്ന 8 നക്ഷത്ര ജാതകർക്ക് ഈ ആഴ്ചയിൽ ഭഗവാൻ ശിവന്റെ കൃപയാൽ ഈ ആഴ്ച രാജകീയമായൊരു ഭാഗ്യവാരമായി മാറും. അതായത് ഭഗവാൻ ശിവൻ പ്രസാദിച്ചു നിൽക്കുന്ന വാരമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈയൊരു ആഴ്ച കഴിയുന്നതോടുകൂടി ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളും ദോഷങ്ങളുമെല്ലാം മാറി ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരും. അതായത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യം തന്നെയാണ്. ഏറ്റവും വലിയ ഐശ്വര്യം ഈ നക്ഷത്ര ജാതകരെ തേടിയെത്തുന്ന വാരമാണ്. ഇവരുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്ന സമയം. മൊത്തത്തിൽ നിങ്ങൾക്കിതൊരു ഐശ്വര്യത്തിൻ്റെ ആഴ്ചയായി മാറും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്തെന്നാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ശിവനെ കണ്ടു തൊഴാൻ പറയണം. അതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ശിവക്ഷേത്ര ദർശനവും നടത്താം. ഈ ആഴ്ച ഏറ്റവും ഐശ്വര്യമുള്ള സമയമാണ്. ഭഗവാൻ ശിവൻ പ്രസാദിച്ച് നിൽക്കുന്ന സമയം കൂടിയാണ്. അതിനാൽ തന്നെ ഇതിൻ്റെ ഒരു ചൈതന്യം ഇവർക്ക് ദർശനത്തിന് ശേഷം തൊട്ടറിയുവാനും സാധിക്കും. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ഈയൊരു ആഴ്ച ഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്രത്തിൽപ്പെട്ട നിങ്ങളുടെ മകനോ മകളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം തന്നെയാണെന്ന് പറയാം. ജീവിതത്തിൽ ഒരുപാട് രീതിയിലുള്ള മുടക്കുകൾ, വഴിമുടക്കുകൾ, തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, നിങ്ങൾ ചെന്ന് തൊടുന്ന കാര്യങ്ങളൊക്കെ മന്ദീഭവിച്ച് കിടക്കുന്ന ഒരവസ്ഥ എന്ന നിലയിൽ അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ദോഷങ്ങളൊക്കെ മാറ്റിത്തരുന്ന ഒരു ഭാഗ്യവാരമാണ് വന്നു ചേരുവാൻ പോകുന്നത്. ചിങ്ങം പിറന്നപ്പോൾ തന്നെ ഇതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുവാനും കഴിയുന്നുണ്ട്. ഈ ആഴ്ച കഴിയുന്നതോടുകൂടി പൂർണ്ണ ശക്തി പ്രാപിക്കുന്ന ഒരു നക്ഷത്രമായി അത്തം നക്ഷത്ര ജാതകർ മാറും. വീട്ടിൽ അത്തം നക്ഷത്രക്കാരുണ്ടെങ്കിൽ ശിവജപം മുടക്കരുത് എന്ന് പറയണം. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും, ജീവിതത്തിലെ ഏത് പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ടായാലും ആ സമയത്തെല്ലാം തന്നെ ഭഗവാൻ ശിവനെ മുറുകെ പിടിക്കുവാൻ പറയണം. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഓം നമഃശിവായ, ഓം നമഃശിവായ എന്ന് ചൊല്ലി ഭഗവാനെ സ്മരിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കെത്ര അടഞ്ഞ വഴിയാണെങ്കിലും ആ വഴികളെല്ലാം തന്നെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും. അതായത് ഒരു വഴി അടയുമ്പോൾ 9 വഴികൾ നിങ്ങൾക്ക് മുന്നിൽ ഭഗവാൻ തുറന്നു തരുന്ന വാരമാണ്. ഈ ആഴ്ച കഴിയുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില വലിയ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. വഴിമുടക്കി കിടന്നിരുന്ന പല കാര്യങ്ങളും ഏറ്റവും ഗുണകരമായ രീതിയിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന സമയമാണ്. ഈ ആഴ്ചയ്ക്ക് ശേഷം രാജയോഗത്തിലേക്ക് വരെ എത്തുവാനുള്ള ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരാണ് നിങ്ങൾ. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. ഒരുപക്ഷെ ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് വിശാഖം നക്ഷത്രം എന്ന് പറയുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും വിശാഖം നക്ഷത്ര ജാതകരുടെ സഹായത്തിനായി ഭഗവാൻ ശിവന്റെ കൃപയാൽ എത്തും എന്നുള്ളതാണ്. നിങ്ങളെ ഭഗവാൻ ശിവൻ അനുഗ്രഹിച്ച് എല്ലാ തരത്തിലും പ്രസാദിച്ചു നിൽക്കുകയാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങളാണ് ഈയൊരു ആഴ്ചയിൽ ഇനി വന്നു ചേരുക. നിങ്ങളുടെ വീടിനടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി തൊഴാൻ പറയണം. അതുമല്ലെങ്കിൽ ഭഗവാനെ ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങൾ വഴിപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും
ഒന്ന് പോയി കണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അല്പനേരം ക്ഷേത്രനടയിൽ ഇരുന്ന് മനസ്സിനെ ശാന്തമാക്കിയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങാം. ഈ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിൽ പോയി തൊഴണം. കാരണം ഭഗവാൻ അത്രയും നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനപ്രയാസങ്ങൾ ഉണ്ടായാലും ഈയൊരു ആഴ്ച അതെല്ലാം തീരുന്ന വാരമാണ്. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ കടലുപോലെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ തീരുമോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്കുണ്ടാകും. ഇത് എഴുതി വെച്ചോളൂ. ഈ ആഴ്ച കഴിഞ്ഞിട്ട് അതിനുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്ന് നിറയുന്ന വാരമാണ്. അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് പൂരാടം നക്ഷത്ര ജാതകരാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ചു കാലമായി പല കാര്യങ്ങളും വിചാരിച്ചതുപോലെ നടക്കാതെ ഇനി എന്താകും എന്നുള്ള ചിന്തകളും മനസ്സിലുണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ഇനി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ആഴ്ച ഭഗവാൻ ശിവന്റെ കൃപയാൽ പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ചിങ്ങം പിറന്നപ്പോൾ തന്നെ പലർക്കും അതിൻ്റെ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ആഴ്ച കഴിയുന്നതോടുകൂടി വിചാരിച്ച പല കാര്യങ്ങളും ഭംഗിയായി നടക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുപോലെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള തടസ്സങ്ങളും വഴിമുടക്കുകളും വന്നു ചേർന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ട് പൂർത്തിയാക്കുവാൻ കഴിയാതെ വന്നിട്ടുണ്ടാകാം. സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളും കുടുംബപരമായ ചില പ്രശ്നങ്ങളും നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഭഗവാൻ ശിവൻ ഇവയെല്ലാം മാറ്റി നിങ്ങൾക്ക് മുന്നിൽ വഴി തുറക്കുന്ന വാരമാണ്. ഒരു വഴി അടഞ്ഞു കിടന്നാലും മറ്റൊരു വഴി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരും. ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും വീണ്ടും ചലിച്ചു തുടങ്ങുന്നതാണ്. നിങ്ങൾ ഏറെ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുവാനുള്ള സാഹചര്യം വന്നു ചേരും. ഇത് പൂരാടം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷയുടെ ആഴ്ചയാണ്, ഐശ്വര്യത്തിൻ്റെ ആഴ്ചയാണ്, ഭാഗ്യ അനുഭവങ്ങളുടെ ആഴ്ചയാണ്. ജോലി സംബന്ധമായി നേട്ടങ്ങൾ ഉണ്ടാകുവാനും ജോലി ബിസിനസ് മേഖലകളിൽ വളരെയധികം സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുവാനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുവാനും സാധ്യതയുള്ള സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ പൂരാടം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരോട് ധൈര്യമായി മുന്നോട്ട് പോകുവാൻ പറയണം. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. ഭഗവാൻ ശിവനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃശിവായ എന്ന മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച് ആത്മാർത്ഥമായി ചെയ്യുന്ന ഓരോ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകുക. ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എല്ലാം നന്നായി വരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഇതൊരു തിരിച്ചുവരവിൻ്റെ കാലമാണ്. കഴിഞ്ഞ കുറച്ച് കാലമായ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും മനപ്രയാസങ്ങളും വളരെയധികം അനുഭവിച്ചവരാണ് നിങ്ങൾ വിചാരിച്ച പല കാര്യങ്ങളും സമയത്ത് നടക്കാതെ പോയിട്ടുണ്ടാകാം. കയ്യിൽ വന്ന പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ചില കാര്യങ്ങളിൽ എത്ര ശ്രമിച്ചിട്ടും ഫലം ലഭിക്കാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇതൊക്കെ ഈ ആഴ്ച മാറും. ഈ ആഴ്ച ഭഗവാൻ ശിവന്റെ കൃപയാൽ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ വീണ്ടും ചലിച്ചു തുടങ്ങും. അടഞ്ഞു കിടന്നിരുന്ന വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നതാണ്. അതായത് ഏറെ കാലമായി കാത്തിരുന്ന ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്ക് അർഹത ഉണ്ടായിട്ടും ലഭിക്കാതെ പോയ നേട്ടങ്ങൾ തിരിച്ചു പിടിക്കുവാനുള്ള സാഹചര്യമുണ്ടാകും. നിങ്ങളെ താഴ്ത്തിക്കളഞ്ഞ ആളുകൾക്ക് മുന്നിൽ കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങളും വന്നു ചേരും. ഭഗവാന്റെ കൃപയാൽ സാമ്പത്തികമായും തൊഴിൽപരമായും ജീവിതത്തിലും വളരെ വലിയ നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു നല്ല കാലം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചിരുന്ന ഭരണി നക്ഷത്രക്കാർ
ഇനി നിങ്ങൾ ധൈര്യമായിരിക്കൂ. നിങ്ങളുടെ നല്ല കാലം തുടങ്ങുകയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അതിനൊപ്പം ഭഗവാൻ ശിവനെ മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ട് പോകാം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യം തന്നെയാണ്. തൃക്കേട്ട നക്ഷത്രക്കാരന് മാത്രമല്ല, തൃക്കേട്ട നക്ഷത്രക്കാരുടെ വീട്ടിലും മറ്റ് അംഗങ്ങൾക്കും ഇതിൻ്റെ ഭാഗ്യം ലഭിക്കും എന്നുള്ളതാണ്. തൃക്കേട്ട നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിൽക്കുന്നിടത്ത് ഐശ്വര്യം നിറയ്ക്കുന്ന ഒരു സമയമാണ് ഇനി വരുവാൻ പോകുന്നത്. ഈ ആഴ്ചയിലെ ഫലങ്ങൾ നോക്കിക്കാണുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിജയങ്ങൾ വരുവാൻ കാണുന്നുണ്ട്. കുടുംബ സൗഖ്യമുണ്ടാകുവാനും സന്തോഷ വാർത്തകൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ കുടുംബത്തിന് ഒന്നടങ്കം ലഭിക്കുവാനും സാധ്യതയുള്ള സമയമാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഭാഗ്യം തന്നെ എന്ന് പറയാൻ സാധിക്കും. ഭഗവാൻ ശിവന്റെ കൃപയാൽ ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് അഷ്ടൈശ്വര്യങ്ങൾ ചൊരിയുന്ന അനുഗ്രഹമായി മാറും എന്നുള്ളതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സന്തോഷ വാർത്തകൾ തേടിവരും. അംഗീകാരങ്ങൾ ലഭിക്കും. പുരസ്കാരങ്ങൾ തേടിയെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈയൊരു ആഴ്ചയിൽ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ പുരോഗതി, സാമ്പത്തികമായ നേട്ടം, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം കൊണ്ടും സർവവും മംഗളമായി ലഭിക്കുന്ന ഒരു വാരമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വന്നെത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ തിരുവോണം വരാൻ പോകുകയാണ്. ഇവിടെ നിന്നങ്ങോട്ട് ചിങ്ങം മുതൽ കൂട്ടിക്കൊള്ളൂ 6 മാസത്തിനകം പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില സൗഭാഗ്യ നിമിഷങ്ങൾ വന്നു ചേരും എന്നത് തീർച്ചയാണ്. ഭാഗ്യനിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന ചില അനുഭവങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് വളരെ നല്ല അനുഭവങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമാകുന്ന ചില വഴിത്തിരിവുകൾ ഉണ്ടാകും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സാധ്യമാകുന്ന സന്തോഷ വാർത്തയായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന ഒരു നേട്ടമായിരിക്കാം. എന്താണെങ്കിലും ശരി, വലിയൊരു വിജയമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ചിലപ്പോൾ ജോലി മാറ്റം, അല്ലെങ്കിൽ താമസം, അല്ലെങ്കിൽ സർക്കാർ ജോലി, അല്ലെങ്കിൽ വിദേശ യാത്ര, അതുമല്ലെങ്കിൽ സ്വദേശം മാറി മറ്റൊരു സ്ഥലത്ത് താമസം മാറാം. അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ വലിയ നിർണായകമെന്ന് കരുതിയ ഒരു വലിയ സാമ്പത്തിക നേട്ടമാകാം. എന്തുതന്നെ ആയാലും പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഒരു വഴിത്തിരിവാണ് വരാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിരിക്കൂ. മനസ്സിൽ വിശ്വാസം വയ്ക്കൂ. ഭഗവാൻ ശിവനെ പ്രാർത്ഥിക്കുക. പറ്റിയാൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കൂ. ഓം നമഃശിവായ എന്ന് ജപിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. ഭഗവാൻ ശിവൻ എല്ലാ രീതിയിലും പ്രസാദിച്ച് നിൽക്കുന്ന സമയമാണ്. വീട്ടിൽ ഒരു രോഹിണി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യം എന്നു തന്നെ പറയാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ പല തടസ്സങ്ങളും മാറി ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും മുന്നേറുവാനുള്ള സമയമാണ് ഇനി വരുവാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായി പല കാര്യങ്ങളും വിചാരിച്ചതുപോലെ നടക്കാതെ വന്നിട്ടുണ്ടാകാം. ചില അവസരങ്ങൾ നിങ്ങൾക്ക് കൈവിട്ടു പോയിട്ടുണ്ടാകാം. കുടുംബപരമായും സാമ്പത്തികപരമായും മനസ്സിനെ വിഷമിപ്പിച്ച ചില സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇനി അതൊക്കെ മാറുകയാണ്. ഈ ആഴ്ച രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെ ആഴ്ചയാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും വീണ്ടും ചലിച്ചു തുടങ്ങും. അടഞ്ഞു കിടന്ന വഴികൾ തുറക്കും. ഏറെ നാളായി കാത്തിരുന്ന ചില കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരും. ജോലി, ബിസിനസ്, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾക്ക് മുന്നേറ്റത്തിനുള്ള അവസരങ്ങൾ ലഭിക്കും.
കുടുംബത്തിൽ സന്തോഷ വാർത്തകളെത്തും. മനസ്സിൽ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള സാഹചര്യമുണ്ടാകും. ഭഗവാൻ ശിവന്റെ കൃപയാൽ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഒരു വഴിത്തിരിവ് വരുവാൻ പോകുന്ന സമയമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു രോഹിണി നക്ഷത്രക്കാരനുണ്ടോ എങ്കിൽ അവരോട് ധൈര്യമായി ഇരിക്കുവാൻ പറയണം. കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് ഈ ആഴ്ച വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലരുടെയും എതിർപ്പുകളെയും അസൂയ, പലവിധ തടസ്സങ്ങളും കടന്നു വന്നിട്ടുണ്ടാകാം. ഇതൊന്നും ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തെ പൂർണ്ണമായി തടസ്സപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ പലപ്പോഴും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്ന അവസ്ഥയും എല്ലാം ശരിയായിട്ടും അവസാന നിമിഷങ്ങൾ കാര്യങ്ങൾ വഴിമുട്ടുന്ന അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇനി വരുന്ന ആഴ്ചയിൽ ഇതിൽ നിന്നെല്ലാം തന്നെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം തേടിക്കൊണ്ട് മുന്നോട്ട് പോകാവുന്ന ഒരു സമയമാണ്. ശിവനെ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ധൈര്യവും സമാധാനവും നൽകുന്ന ഒരു ആത്മീയ ആശ്വാസമായി കാണാം. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം എന്നും ഭക്തിയോടെ ജപിക്കുക. നിങ്ങളുടെ വീടുകളിൽ സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കുന്ന തരത്തിലുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഏറെ നാളുകളായി കാത്തിരുന്ന ചില കാര്യങ്ങൾക്ക് അനുകൂലമായ വഴികൾ തെളിഞ്ഞു കിട്ടും. തടസ്സങ്ങളെല്ലാം മാറി പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സന്തോഷ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വാരമാണ്. ഈയൊരു ഓണം കഴിഞ്ഞുള്ള കാലഘട്ടം ഉത്രം നക്ഷത്രക്കാർക്ക് പുതിയ പ്രതീക്ഷകളുടെ ഒരു കാലമായി മാറും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് നല്ല മനസ്സോടെ മുന്നോട്ട് പോകുക. ജീവിതത്തിൽ ഏറെ നാളായി കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത ശിവന്റെ അനുഗ്രഹത്തോടെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇനി ഉത്രം നക്ഷത്രക്കാർക്ക് ഉയർച്ചയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു കാലഘട്ടമായി മാറുന്നതാണ്.